നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രിയിൽ പെട്ടെന്ന് ഫോൺ നോക്കുമ്പോൾ സമയം കൃത്യം പകൽ 11 മണി കഴിഞ്ഞ് 11 മിനിറ്റ് എന്ന് കാണാറുണ്ടോ? അല്ലെങ്കിൽ റോഡിലൂടെ നടന്നുപോകുമ്പോൾ മുന്നിൽ പോകുന്ന വണ്ടിയുടെ നമ്പറോ നിങ്ങൾ വാങ്ങിയ സാധനത്തിന്റെ ബില്ലോ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ 222, 555, 777 എന്നിങ്ങനെ ഒരേ അക്കങ്ങൾ തുടർച്ചയായി നിങ്ങളുടെ കണ്ണിൽപ്പെടാറുണ്ടോ? വെറുമൊരു യാദൃച്ഛികത അല്ലെങ്കിൽ ഒരു കോയിൻസിഡൻസ് എന്ന് കരുതി നമ്മൾ പലപ്പോഴും തള്ളിക്കളയുന്ന ഈ നമ്പറുകൾക്ക് പിന്നിൽ പ്രപഞ്ചത്തിന്റെ വലിയൊരു രഹസ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇതൊരു വെറും യാദൃശ്ചികതയല്ല. ഈ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതിന്റെ, നിങ്ങൾക്ക് ചില പ്രത്യേക സൂചനകൾ നൽകാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് ഈ നമ്പറുകൾ. ആത്മീയ ലോകത്ത് ഇവയെ നമ്മൾ ഏഞ്ചൽ നമ്പറുകൾ അഥവാ മാലാഖമാരുടെ സംഖ്യകൾ എന്ന് വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നും നമ്മെ നയിക്കാനും സംരക്ഷിക്കാനും ചില അദൃശ്യ ശക്തികൾ ഒപ്പമുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നവയാണ് ഈ സംഖ്യകൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തുടർച്ചയായി ഇത്തരം നമ്പറുകൾ കാണുന്നതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ് എന്നും പ്രപഞ്ചം നമുക്ക് നൽകുന്ന ആ രഹസ്യ സൂചനകളെ എങ്ങനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാം എന്നുമാണ്. പ്രപഞ്ചത്തിന്റെ ഭാഷയും ഏഞ്ചൽ നമ്പറുകളും. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് ഈ ഏഞ്ചൽ നമ്പറുകൾ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഊർജ്ജവും തരംഗങ്ങളും കൊണ്ടാണ്. സംഖ്യകൾക്ക് അതിന്റേതായ ഒരു പ്രത്യേക ഊർജ്ജവും കമ്പനിയുമുണ്ട്. പുരാതന കാലം മുതൽക്കേ ഗണിതശാസ്ത്രജ്ഞരും ആത്മീയ ചിന്തകരും സംഖ്യകളെ വെറും കണക്കുകൂട്ടലുകൾക്ക് മാത്രമുള്ള ഒന്നായല്ല കണ്ടിരുന്നത്. അവയ്ക്ക് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. നമ്മെ സംരക്ഷിക്കുന്ന കാവൽ മാലാഖമാർക്ക് നമ്മളോട് നേരിട്ട് വന്ന് സംസാരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും ലളിതവും എന്നാൽ വ്യക്തവുമായൊരു മാധ്യമമാണ് സംഖ്യകൾ. നിങ്ങൾ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാൻ മടിച്ചു നിൽക്കുമ്പോഴോ ആയിരിക്കും ഇത്തരം നമ്പറുകൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുക. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വഴികാട്ടിയാണ്. നിങ്ങളുടെ ചിന്തകൾ ശരിയാണോ തെറ്റാണോ എന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന മറുപടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളുമാണ് കൂടുതൽ നല്ല അറിവുകൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്. 111 അല്ലെങ്കിൽ 1111 പുതിയ തുടക്കങ്ങളുടെ സൂചന. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് കേൾക്കുന്നതും പലരും സ്ഥിരമായി കാണുന്നതുമായ ഒരു നമ്പറാണ് 111 അല്ലെങ്കിൽ 1111. എന്താണിതിന്റെ അർത്ഥം? 1 എന്ന അക്കം എപ്പോഴും പുതിയൊരു തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഈ നമ്പർ തുടർച്ചയായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെടാൻ പോകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അതൊരു പുതിയ ജോലിയാകാം, പുതിയൊരു സൗഹൃദമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിലുണ്ടാകുന്ന വലിയൊരു മാറ്റമാകാം. ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. നിങ്ങൾ 1111 കാണുന്ന ആ കൃത്യമായ നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു ചിന്ത എന്ന് ഓർത്തുനോക്കുക. കാരണം പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളെ വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത്. അതിനാൽ ഈ നമ്പർ കാണുന്ന സമയത്ത് മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടെങ്കിൽ അവയെ ഉടൻ തന്നെ മാറ്റി നിർത്തുക. നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഭയത്തിനും ആശങ്കകൾക്കും പകരം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രപഞ്ചം നിങ്ങളോട് പറയുകയാണ്, ധൈര്യമായി മുന്നോട്ടു പോകൂ, നിങ്ങളുടെ ചിന്തകൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. 222 സന്തുലിതാവസ്ഥയും വിശ്വാസവും. അടുത്തതായി നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട നമ്പറാണ് 222. നിങ്ങളുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ബാലൻസ് ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ നമ്പർ വരുന്നത്. പലപ്പോഴും നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നുണ്ടാകും, പക്ഷേ വിചാരിച്ച ഫലം ലഭിക്കാത്തതുകൊണ്ട് മാനസികമായി തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ആ സമയത്താണ് 222 നിങ്ങളുടെ മുന്നിൽ വരുന്നത്. പ്രപഞ്ചം നിങ്ങളോട് പറയുന്നതിതാണ്, നിങ്ങൾ ശരിയായ പാതയിലാണ്. ഇപ്പോൾ ഫലം കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ അധ്വാനം വെറുതെയാകില്ല. പ്രപഞ്ചത്തെ വിശ്വസിക്കൂ, എല്ലാം കൃത്യമായ സമയത്ത് നിങ്ങളുടെ കൈകളിൽ വന്നുചേരും. നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരുപോലെ സമാധാനവും ശാന്തതയും നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കണം. ബന്ധങ്ങളിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സമയമാണിത്. പങ്കാളിത്തവും സഹകരണവുമാണ് 2 എന്ന അക്കത്തിന്റെ പ്രത്യേകത. അതിനാൽ മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്വയം വിശ്വസിക്കാനും ഈ നമ്പർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 333 ആത്മീയ സംരക്ഷണം. നിങ്ങൾ എവിടെ നോക്കിയാലും 333 എന്ന സംഖ്യയാണോ കാണുന്നത്? എങ്കിൽ നിങ്ങൾ അത്യധികം ഭാഗ്യവാനാണ്. കാരണം ആത്മീയ ലോകവുമായി നിങ്ങൾ വളരെ അടുത്തു നിൽക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. മതപരമായും ആത്മീയമായും 3 എന്ന അക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രപഞ്ചത്തിലെ ഉയർന്ന ആത്മീയ ശക്തികൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നും അവർ നിങ്ങളെ ചുറ്റുമിരുന്ന് സംരക്ഷിക്കുന്നുണ്ടെന്നും ഉള്ള ഉറപ്പാണ് 333.
നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ അവരുടെ അനുഗ്രഹമുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും സർഗാത്മകതയെയും പുറത്തെടുക്കാൻ ഈ നമ്പർ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ആന്തരിക ശബ്ദം ഒരിക്കലും നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കില്ല. ഈ പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന വലിയൊരു പോസിറ്റീവ് സന്ദേശമാണ് 333 നൽകുന്നത്. 444 കഠിനാധ്വാനവും അടിത്തറയും. 4 എന്ന അക്കം എപ്പോഴും സ്ഥിരതയെയും ശക്തമായ അടിത്തറയെയുമാണ് കാണിക്കുന്നത്. ഒരു വീടിന് 4 തൂണുകൾ ഉള്ളതുപോലെ ജീവിതത്തിന് ഒരു ഘടന നൽകാൻ ഈ നമ്പർ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ 444 തുടർച്ചയായി കാണുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളുടെ കഠിനാധ്വാനത്തെ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ വലിയൊരു വിജയത്തിന് അടിത്തറയിടുന്നവയാണ്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ വളരെയധികം തളർന്നിട്ടുണ്ടാകാം, പ്രതിസന്ധികൾ കാരണം എല്ലാം ഇട്ടേച്ചു പോകാൻ തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ മാലാഖമാർ നിങ്ങളോട് പറയുന്നു, നിർത്തരുത്, ലക്ഷ്യത്തിലേക്ക് ഇനി അധികം ദൂരമില്ല. ഇതൊരു വലിയ പ്രോത്സാഹനമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി നിങ്ങളെടുക്കുന്ന ഓരോ ചെറിയ ചുവടുവെപ്പും കൃത്യമായ ദിശയിലാണ്. നിങ്ങളുടെ ചുറ്റും ഒരു സുരക്ഷാ കവചം തീർത്ത് മാലാഖമാർ ഒപ്പമുണ്ട്. അതുകൊണ്ട് ഭയമില്ലാതെ പൂർണ്ണ ശ്രദ്ധയോടെ നിങ്ങളുടെ ജോലിയിൽ തുടരുക. 555 വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം പെട്ടെന്ന് മാറിമറിയാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് 555. മാറ്റങ്ങൾ പ്രകൃതി നിയമമാണ്, അതിനെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് ഈ നമ്പർ പറയുന്നത്. പലപ്പോഴും നമ്മൾ പഴയ ശീലങ്ങളിലും പഴയ ചിന്തകളിലും കുടുങ്ങിക്കിടക്കാറുണ്ട്. അത് നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു മാറ്റം അനിവാര്യമാണ് എന്ന് കാണിക്കാനാണ് 555 വരുന്നത്. ഈ മാറ്റം ചിലപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നാം. ഒരു ജോലി നഷ്ടപ്പെടുന്നതോ ഒരു ബന്ധം അവസാനിക്കുന്നതോ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് മാറേണ്ടി വരുന്നതോ ഒക്കെ ഇതിന്റെ ഭാഗമാകാം. പക്ഷെ ഓർക്കുക, ഈ മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ്. പഴയത് പോയാൽ മാത്രമേ പുതിയതിനെ സ്വീകരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടം ലഭിക്കൂ. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വലിയ ഭാഗ്യങ്ങൾക്കായി നിങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാറ്റങ്ങളെ ഭയപ്പെടാതെ പ്രതീക്ഷയോടെ അവയെ സ്വീകരിക്കുക. 666 ചിന്തകളുടെ പുനഃക്രമീകരണം. പലരും ഭയത്തോടെ കാണുന്ന ഒരു നമ്പറാണ് 666. എന്നാൽ ഏഞ്ചൽ നമ്പറുകളുടെ ലോകത്ത് ഇതിന് യാതൊരുവിധ ഭയപ്പെടുത്തുന്ന അർത്ഥവുമില്ല. ഇതൊരു തിരുത്തൽ സന്ദേശമാണ്. നിങ്ങളുടെ ചിന്തകൾ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം അമിതമായി കേന്ദ്രീകരിച്ചിരിക്കുമ്പോഴാണ് 666 പ്രത്യക്ഷപ്പെടുക. പണം, പദവി, ഉത്കണ്ഠകൾ, ഭയം എന്നിവയിൽ നിങ്ങളുടെ മനസ്സ് കുടുങ്ങിക്കിടക്കുകയാണെന്ന് പ്രപഞ്ചം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ആത്മീയമായ കാര്യങ്ങളിലേക്ക് കൂടി ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക, ധ്യാനിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. പണത്തെക്കുറിച്ചുള്ള ആകുലതകൾ മാറ്റിവെക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രപഞ്ചം കൃത്യമായി നടത്തിത്തരും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് മാറ്റാൻ പ്രപഞ്ചം നൽകുന്ന സ്നേഹപൂർവമായ ഒരു താക്കീതാണ് ഈ നമ്പർ. 777 ഭാഗ്യവും ആത്മീയ ഉണർവും. ഏറ്റവും പവിത്രവും ഭാഗ്യപ്രദവുമായ ഒരു നമ്പറാണ് 777. ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്നതിന്റെ പ്രപഞ്ചത്തിന്റെ അംഗീകാരപത്രമാണിത്. നിങ്ങൾ ശരിയായ പാതയിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ ആത്മീയ ഉണർവിന്റെ സമയമാണിത്. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ ജീവിത ലക്ഷ്യം തിരിച്ചറിയാനും നിങ്ങൾക്ക് സാധിക്കും. വലിയ വിജയങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളെ തേടിവരാൻ പോകുന്നു. പ്രപഞ്ചം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകാൻ തയ്യാറെടുക്കുകയാണ്. ഈ സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാനും കാരുണ്യം കാണിക്കാനും മടിക്കരുത്. കാരണം നിങ്ങൾ നൽകുന്ന നന്മകൾ ഇരട്ടിയായി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചുവരുന്ന സമയമാണിത്. 888 സമൃദ്ധിയും സാമ്പത്തിക ലാഭവും. 8 എന്ന അക്കം അനന്തതയുടെ സൂചനയാണ്. നിങ്ങൾ തുടർച്ചയായി 888 കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ തോതിൽ സമൃദ്ധിയും പണവും ഒഴുകിവരാൻ പോകുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെല്ലാം അവസാനിക്കാൻ പോകുന്നു. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം സാമ്പത്തിക നേട്ടങ്ങളായി നിങ്ങളുടെ കൈകളിലെത്തും. പ്രപഞ്ചത്തിന്റെ സമൃദ്ധി എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. പക്ഷേ ഈ സമൃദ്ധി ലഭിക്കുമ്പോൾ അഹങ്കരിക്കരുത് എന്നും കൃതജ്ഞതയുള്ളവരായിരിക്കണം എന്നും ഈ നമ്പർ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെ സഹായിച്ചവരെയും നിങ്ങളെക്കാൾ താഴെയുള്ളവരെയും ഓർക്കുക. പ്രപഞ്ചം തരുന്ന നന്മകളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അത് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുകയും ചെയ്യുക. 999 ഒരു ചക്രത്തിന്റെ പൂർത്തീകരണം. 9 എന്ന അക്കം അവസാനത്തെ ഒറ്റയക്ക സംഖ്യയാണ്.
അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഒരു കാര്യത്തിന്റെ പൂർത്തീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം അല്ലെങ്കിൽ ഒരു കാലഘട്ടം അവസാനിക്കാറായിരിക്കുന്നു എന്നാണ് 999 കാണിക്കുന്നത്. അതൊരു മോശം കാര്യമാണെന്ന് കരുതി വിഷമിക്കേണ്ടതില്ല. ഒരു വാതിൽ അടയുമ്പോൾ മാത്രമേ മറ്റൊന്ന് തുറക്കപ്പെടുകയുള്ളൂ. നിങ്ങൾക്കിനി ആവശ്യമില്ലാത്ത സൗഹൃദങ്ങളോ ജോലിയോ ശീലങ്ങളോ ഒക്കെ ഉപേക്ഷിക്കാനുള്ള സമയമാണിത്. ഭൂതകാലത്തെ മുറുകെ പിടിച്ച് കരയാതെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയൊരാളായി മുന്നോട്ടു പോകാൻ തയ്യാറാവുക. നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിന് പൂർണ്ണമായും സജ്ജനായി കഴിഞ്ഞുവെന്ന് പ്രപഞ്ചം നിങ്ങളെ അറിയിക്കുകയാണ്. 000 പുതിയ തുടക്കവും അനന്ത സാധ്യതകളും. 0 എന്നത് ശൂന്യതയാണ്, ഒപ്പം അനന്തതയുമാണ്. നിങ്ങൾ 000 കാണുന്നുണ്ടെങ്കിൽ പ്രപഞ്ചവുമായി നിങ്ങൾ പൂർണ്ണമായി ലയിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയുടെ കേന്ദ്രബിന്ദുവാണ്. നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ഒരു വലിയ ഊർജ്ജസ്രോതസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും വലിയ ശക്തിയുള്ള സമയമാണിത്. പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിചാരിച്ചാൽ എന്ത് അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കും. ഈ സൂചനകൾ എങ്ങനെ മനസ്സിലാക്കാം? ഇത്രയും നമ്പറുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചെങ്കിലും ഇവയെ എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. ഏഞ്ചൽ നമ്പറുകൾ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ഫോൺ, വണ്ടികളുടെ നമ്പർ പ്ലേറ്റ്, ക്ലോക്ക്, ബുക്കിലെ പേജ് നമ്പറുകൾ എന്നിവയിലൊക്കെ ഈ അക്കങ്ങൾ പ്രത്യക്ഷപ്പെടാം. അവയെ വെറും യാദൃച്ഛികതയായി തള്ളിക്കളയാതിരിക്കുക. 2. ചിന്തകളെ നിരീക്ഷിക്കുക. ഒരു ഏഞ്ചൽ നമ്പർ കാണുന്ന ആ കൃത്യമായ നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു ചിന്ത എന്ന് സ്വയം ചോദിക്കുക. ആ ചിന്തയ്ക്കുള്ള ഉത്തരമായിരിക്കും ആ നമ്പർ. 3. കൃതജ്ഞത പ്രകാശിപ്പിക്കുക. ഈ നമ്പറുകൾ കാണുമ്പോൾ പ്രപഞ്ചത്തോട് നന്ദി പറയുക. എന്നെ നയിക്കുന്നതിന് നന്ദി എന്ന് മനസ്സിൽ പറയുക. ഇത് നിങ്ങളുടെയും പ്രപഞ്ചത്തിന്റെയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കും. 4. വിശ്വസിക്കുക. ഏറ്റവും പ്രധാനം വിശ്വാസമാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന സൂചനകളിൽ പൂർണ്ണമായി വിശ്വസിക്കുക. സംശയങ്ങൾ നിങ്ങളുടെ ആത്മീയ ഊർജ്ജത്തെ കുറയ്ക്കും. ജീവിതത്തിൽ പലപ്പോഴും വഴിമുട്ടി നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രകാശഗോപുരങ്ങളാണ് ഈ നമ്പറുകൾ. അവയെ തിരിച്ചറിയാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം. ഈ വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റത്തിന് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഈ അറിവ് പങ്കുവയ്ക്കാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മൈനിറ്റു ഉപയോഗിക്കേണ്ടതുണ്ട്.